2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയുവാൻ മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കണം. ഏറെക്കുറെ ഒരു മാസം നീണ്ടിരിക്കുന്ന ആകാംക്ഷാഭരിതമായ ഒരു കാത്തിരിപ്പ്. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 29 വരെ, അതായത് രാജ്യത്ത് നടക്കുന്ന നിരവധി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്ന ദിവസം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറെക്കുറെ കൃത്യതയോടുകൂടി പതിവായി പ്രവചിക്കുന്ന റാഷിദ് സിപിയുടെ പ്രവചനം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വോട്ടെടുപ്പ് നടന്നും മണിക്കൂറുകൾക്കകം പതിവ് രീതിയിൽ ഫേസ്ബുക്കിലൂടെയാണ് റാഷിദ് തൻ്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. റാഷിദിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ സ്വഭാവം അറിയുന്നവർക്കറിയാം, അദ്ദേഹം സീറ്റുകളുടെ എണ്ണം മാത്രമല്ല കൃത്യമായ വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ ഈ വോട്ടിങ്ങിനെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് തൻ്റെ പ്രവചനങ്ങൾ പുറത്തുവിടാറുള്ളത്. ഇക്കുറിയും റാഷിദ് പതിവ് തെറ്റിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഏതൊക്കെയാണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിനെ ഏറ്റവും പ്രധാനമായും ബാധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് റാഷിദ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ അദ്ദേഹം ആദ്യമായി ചൂണ്ടിക്കാട്ടുന്നത് 2001 ശേഷം ഇടതുമുന്നണിയിലേക്ക് കൂടുതലായി അടുത്ത ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഒരു കംപ്ലീറ്റ് റിവേഴ്സ് സ്വീപ്പാണ്. അതായത് ഇടതുമുന്നണിയെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ പരിപൂർണമായും കൈവിടുവാൻ പോകുന്നു എന്ന നിരീക്ഷണമാണ് റാഷിദ് നടത്തിയിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ ആകുവാനാണ് സാധ്യത കൂടുതൽ. ഏതൊക്കെയാണെങ്കിലും ഇതാണ് റാഷിദിൻ്റെ ആദ്യ നിരീക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ സ്വജനപക്ഷപാതം ജനങ്ങളെ, വോട്ടർമാരെ ഏറെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഭരണമുന്നണിക്ക് അവരെ എതിരാക്കിയിട്ടുണ്ടെന്നും റാഷിദ് പ്രവചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇടതിനോട് ആഭിമുഖ്യമുള്ള വോട്ടർമാർ ഭരണമുന്നണിയെ കൈവിടുവാനുള്ള സാധ്യതയാണ് ഇതുകൊണ്ട് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായ നിലപാടുകളിലുള്ള അസ്ഥിരത ഇടതിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകളെ പോലും ഇളക്കിയിട്ടുണ്ട് എന്ന കാര്യവും റാഷിദ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടതുമുന്നണിയിലെ പ്രത്യേകിച്ച് CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിള്ളലുണ്ടാകും എന്നതാണ് റാഷിദ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന കാര്യം. ഏറ്റവും ഒടുവിലായി റാഷിദ് പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയിലുണ്ടായിട്ടുള്ള വലിയൊരു ഇടിവാണ്. അതായത് റാഷിദ് പറയുന്നതനുസരിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ഇടതുമുന്നണിയുടെ ഈ പരാജയത്തിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന ദയനീയ പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്നെ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്നുള്ളതാണ്. പലപ്പോഴും CPMന് പോലും അവർ നിയോഗിച്ച ഏജൻസികൾ പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലേ എന്തെങ്കിലും സാധ്യത അവർക്ക് അവശേഷിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പോലും പിണറായി വിജയൻ മുന്നിൽ നിന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണിയെ നയിച്ചത്. അതിനാൽ തന്നെ റാഷിദ് പറയുന്നതനുസരിച്ച് ഇത് CPMനും ഇടതുമുന്നണിക്കും വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി റാഷിദ് പറയുന്ന സീറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF കേരളത്തിൽ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തും എന്ന പ്രവചനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. UDFന് 91 മുതൽ 102 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് റാഷിദ് പറയുന്നത്. അതേസമയം LDFന് 38 മുതൽ 48 വരെ സീറ്റുകൾ കിട്ടുവാനുള്ള സാധ്യതകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് റാഷിദ് ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. NDAക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് റാഷിദ് വ്യക്തമാക്കുന്നത്. ഇനി വോട്ടിൻ്റെ ശതമാന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ UDFന് 41.5% മുതൽ 45% വരെ വോട്ട് കിട്ടുവാനുള്ള സാധ്യത റാഷിദ് ചൂണ്ടിക്കാട്ടുന്നു. ഇടതുമുന്നണിക്ക് 36% മുതൽ 39.5% വരെ വോട്ട് നേടുവാൻ കഴിയുമെന്നും BJPക്ക് 14% മുതൽ 17% വരെ വോട്ട് നേടുവാൻ കഴിയുമെന്നുമാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പിൽ, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള വോട്ടിംഗ് ഇടിവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന നിലയിലാണ് റാഷിദ് ഇത്തവണ പുറത്തുവിട്ടിട്ടുള്ള വോട്ടിംഗ് ശതമാന കണക്കുകൾ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു വർധനവുണ്ടാകുന്നത് അവർക്കേറെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ച് 1 മുതൽ 3 സീറ്റുകൾ വരെ അവർ നേടുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും 14 മുതൽ 17% വരെ വോട്ടുകളാണ് അവർക്ക് കേരളത്തിൽ നിന്ന് സമാഹരിക്കുവാൻ കഴിയുന്നതെന്ന് റാഷിദ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP വളരെ കൃത്യമായ ഒരു ഗെയിം പ്ലാനാണ് തയ്യാറാക്കിയിരുന്നത്. അവർക്ക് ഏറെ വിജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട മണ്ഡലങ്ങളാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റാഷിദുമായി ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് NDA 2 വരെ സീറ്റുകൾ നേടുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ NDAയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ നേമം സീറ്റിന് പുറമെ
കഴക്കൂട്ടം സീറ്റിലും NDA സ്ഥാനാർത്ഥിക്ക് BJP സ്ഥാനാർത്ഥിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി അവർ നേടുവാൻ സാധ്യതയുള്ള 2 സീറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ 2 സീറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം വലിയ ഉറപ്പ് പറയുന്നുമില്ല. അതിൽ ഒന്നാമത്തെ സീറ്റ് പാലക്കാട് സീറ്റാണ്. നമുക്കറിയാം, വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനം ചെലുത്തുവാൻ നടത്തിയ ശ്രമങ്ങൾ വീഡിയോയായി തന്നെ കേരളത്തിലുടനീളം പ്രചരിച്ചതാണ്. ഇത് പാലക്കാട്ടെ വിജയസാധ്യതയെ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുകൂടി റാഷിദ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം സീറ്റിൽ കെ സുരേന്ദ്രൻ 78 വോട്ടുകൾക്കും 760 വോട്ടുകൾക്കും 2 വട്ടം പരാജയപ്പെട്ടു പോയ ഈ സീറ്റിലും NDAക്ക് നേരിയ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് റാഷിദിൻ്റെ വിലയിരുത്തൽ. ഇതിന് കാരണമാകുന്നത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആയിട്ടുള്ളത് കൊണ്ടുകൂടിയാവാം എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും BJPക്കുള്ള സീറ്റുകൾ ഏതാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുവാൻ റാഷിദ് CP തയ്യാറാകുന്നുണ്ട്. റാഷിദ് CPയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിലെ 14 ജില്ലകളിൽ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും മാത്രമായിരിക്കും UDFന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുവാൻ കഴിയാതെ പോകുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളിലൊന്നായ തിരുവനന്തപുരം ജില്ലയിൽ പോലും അവർക്ക് വലിയ തിരിച്ചടി നേരിടുവാൻ സാധ്യതയുണ്ട് എന്നും BJPയെ പോലെ തന്നെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുമാണ്. റാഷിദിൻ്റെ കണക്കൂട്ടലനുസരിച്ച് കേരളത്തിൽ UDFന് ഏറ്റവും അധികം സീറ്റുകൾ നേടിക്കൊടുക്കുവാൻ പോകുന്ന ജില്ല മലപ്പുറം തന്നെയായിരിക്കും. കേരളത്തിലെ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ളത് മലപ്പുറത്താണ്. 16 സീറ്റാണ് അവിടെയുള്ളത്. ഈ 16-ൽ 15 എണ്ണമെങ്കിലും UDF പിടിക്കുവാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി കോൺഗ്രസിനും UDFനും ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിലായിരിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഇതും വളരെ സ്വാഭാവികമായ ഒരു നിരീക്ഷണമാണ്. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടായ 2021-ൽ പോലും 9 സീറ്റുകൾ നേടുവാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിരുന്നു. റാഷിദ് CP പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ആലപ്പുഴയിൽ സുധാകരൻ ഫാക്ടർ CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPMൻ്റെ ഉരുക്കുകോട്ടയായ മറ്റൊരു ജില്ലയാണ് ആലപ്പുഴ. കണ്ണൂർ പോലെ തന്നെ പാർട്ടി ഗ്രാമങ്ങൾ വരെ അവർക്ക് ഉള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ സുധാകരൻ എന്ന തലയെടുപ്പുള്ള നേതാവ് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് CPMന് പുറത്തു വന്നതോടുകൂടി അദ്ദേഹം മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ മാത്രമാവില്ല, ആ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള കായംകുളത്തും അരൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും കുട്ടനാട്ടിലും എല്ലാം വലിയ സ്വാധീനമുണ്ടാക്കുമെന്നും നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. റാഷിദിൻ്റെ പ്രവചനവും സീറ്റെണ്ണവും വോട്ട് ശതമാനവും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെ വ്യക്തിഗതമായ തകർച്ചയാണ്. CPMന് തകർച്ചയും തിരിച്ചടിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ CPIയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അവരുടെ പ്രകടനമായിരിക്കും 2026-ൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും ഈ പ്രവചനത്തിൻ്റെ സ്വഭാവത്തിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് മുന്നണിയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ഈ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ്സിന് സംഭവിക്കുവാൻ പോകുന്ന പതനം. അവരുടെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും വലിയ മാർജിനിൽ പരാജയപ്പെടുമെന്നും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള 99% പ്രീപോൾ സർവേകളും നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുഭൂരിപക്ഷം പ്രീപോൾ സർവേകളിലും പാലായിൽ ജോസ് കെ മാണിക്ക് പരാജയമുണ്ടാകുമെന്നുള്ള പ്രവചനമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമാനമായി കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നേരിയ വിജയസാധ്യതയെങ്കിലും അവർക്ക് നിലനിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലാണെന്നുള്ള പ്രവചനവും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയെ പോലെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളപ്പെടുവാൻ പോകുന്ന മറ്റൊരു പാർട്ടിയായിരിക്കും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് M എന്ന കാര്യത്തിലും ഒരു തർക്കവും ഇനി അവശേഷിക്കുന്നില്ല. റാഷിദ് CPയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവചനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ റാഷിദ് CPയുമായി ഞങ്ങളുടെ പ്രത്യേക അഭിമുഖവും പ്രേക്ഷകർക്കായി ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ഈ രാഷ്ട്രീയ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.